നമസ്കാരം. നീണ്ട 1.25 വർഷത്തെ സംഘർഷങ്ങൾക്ക് ശേഷം ഹമാസുമായി വെടിനിർത്തൽ കരാറിലെത്തിയെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹു. ജനുവരി 15 തന്നെ അമേരിക്ക, ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാർ പ്രായോഗികമാകും എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും കരാറിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിൽ കഴിഞ്ഞ ദിവസം അനിശ്ചിതത്വം നിലനിന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹമാസുമായി കരാറിലെത്തിയെന്ന് ഇസ്രായേൽ അറിയിച്ചിരിക്കുന്നത്. തുടർന്ന് വെള്ളിയാഴ്ച സുരക്ഷാ ക്യാബിനറ്റ് വിളിച്ചു ചേർത്ത കരാറിന് അംഗീകാരം നൽകുമെന്നും നെതന്യാഹു അറിയിക്കുകയായിരുന്നു. ഇസ്രായേലും ഹമാസും കരാറിലെത്തിയതോടെ ഗാസയിലെ യുദ്ധം അവസാനിക്കുന്നതിനും ബന്ദിമോചനത്തിനും അത് വഴി തുറക്കും എന്നുമാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. 42 ദിവസം നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ടത്തിൽ 33 ബന്ദികളെ ഹമാസ് വിട്ടയക്കും. പകരമായി ഇസ്രായേൽ ജയിലിലുള്ള 1000-ലേറെ ഫലസ്തീൻ തടവുകാരെ മോചിപ്പിക്കും. വെടിനിർത്തലിന്റെ 6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ പലസ്തീനികൾക്ക് വടക്കൻ ഗാസയിലേക്ക് മടങ്ങാനുള്ള അനുവാദവും കരാറിന്റെ ഭാഗമായി ലഭിച്ചിരുന്നു. മധ്യസ്ഥരായ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മേൽനോട്ടത്തിലാകും അഭയാർത്ഥികളായ പലസ്തീനികളുടെ വീടുകളിലേക്കുള്ള മടക്കം. ഗാസ പുനർനിർമ്മാണം 3 ഘട്ടങ്ങളിലായി നടപ്പാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചിരുന്നു. സമ്പൂർണ്ണ വെടിനിർത്തലും സൈനിക പിന്മാറ്റവും ബന്ദികളുടെ മോചനവും ഉറപ്പാക്കുന്നതാണ് കരാറെന്ന് അദ്ദേഹം വാഷിംഗ്ടണിൽ പറഞ്ഞിരുന്നു. മാസങ്ങൾ നീണ്ട മധ്യസ്ഥ ദൗത്യത്തിനൊടുവിൽ ഗാസയിലെ വെടിനിർത്തലും ബന്ദിമോചനവും ഉറപ്പു നൽകുന്ന സമാധാന കരാർ പ്രാബല്യത്തിൽ വന്നതായി ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ ഥാനി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അവസാനത്തെ 2 ആഴ്ചയിൽ അമേരിക്കയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടന്ന സജീവമായ ഇടപെടലുകളാണ് വെടിനിർത്തൽ കരാറിൽ എത്തിച്ചത്. ജനുവരി 19 മുതൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയായിരുന്നു. വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിനെതിരെ തീവ്ര വലതുപക്ഷ സഖ്യകക്ഷികളിൽ നിന്ന് കടുത്ത പ്രതിഷേധം നെതന്യാഹു നേരിട്ടിരുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി അധികാരത്തിൽ തുടരാൻ ശ്രമിക്കുകയാണ് എന്നും ഇസ്രായേൽ വെടിനിർത്തലിൽ അനുമതി നൽകിയാൽ സർക്കാർ വിടുമെന്നും ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രിയായ ഇറ്റാമർ ബെൻ ഗവിർ ഭീഷണിപ്പെടുത്തിയിരുന്നു. വെടിനിർത്തൽ കരാറിനെ കുറിച്ചുള്ള നെതന്യാഹുവിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം ബെൻ ഗവിറിൽ ഇതുവരെ പ്രതികരണം ഉണ്ടായിട്ടില്ല. 2023 ഒക്ടോബർ 7 ഇസ്രായേൽ അതിർത്തി കടന്നുള്ള ആക്രമണത്തിലൂടെ 1200 പേർ കൊല്ലപ്പെടുകയും 250 പേരെ ബന്ദികളാക്കുകയും ചെയ്തതോടെയാണ് യുദ്ധത്തിന് തുടക്കമായത്. തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു തുടങ്ങിയ നെതന്യാഹുവിന്റെ പോരാട്ടമാണ് ഇതുവരെ കണ്ടത്. പക്ഷേ ആ പോരാട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു വാശിയിൽ തീർന്നത് 46,000-ഓളം ഫലസ്തീനികളായിരുന്നു. വിനാശകരമായ ആക്രമണത്തിലൂടെയാണ് ഇതിനൊക്കെ പ്രതികാരം തീർത്തത്. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും ഇസ്രായേൽ കഴിഞ്ഞ ദിവസം ഗാസയിൽ കടുത്ത ആക്രമണം നടത്തുകയും 80ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു.